ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയും അലീനയും കൂടെ ഫോൺ വിളിച്ച് തൻ്റെ അച്ഛനെ ആദ്യം കണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുക. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് A to Z കാര്യങ്ങൾ നമ്മുടെ അലീന രേവതിക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഇനി അവിടെ ചെന്ന് ആ ചേച്ചിയുടെ അച്ഛൻ്റെ വീട്ടുകാരെല്ലാം കണ്ടു കഴിയുമ്പോൾ, അല്ലെ ചേച്ചി ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടായ അതേ പ്രശ്നങ്ങൾ തന്നെ അവിടെയും നേരിടേണ്ടി വരില്ലേ? അന്നേരം എന്നാ ചെയ്യും? അവിടെയും വലിയ കുടുംബകലകം ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല മോളേന്നും പറഞ്ഞ അലീന. ഒരു രാത്രി ഇരുണ്ട് വെളുത്തു ഞാനിവിടെ വന്നതിന് ശേഷം, അതുമാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഇനി എന്താ എങ്ങനെയാ ഒരു പിടിയും എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ അലീന പറയാട്ടോ. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം ടെൻഷൻ അടിക്കുന്നു രേവതിക്കുട്ടി. മോളെ ഞാനിപ്പോൾ വെച്ചോട്ടെ, പിന്നെ വിളിക്കാമേ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. രേവതിക്കുട്ടി ഭയങ്കര ടെൻഷനായിട്ട് അവിടെ നിൽക്കുക. അലീന ഫോൺ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്കുട്ടി അലീന വിളിച്ച കാര്യങ്ങൾ ചെന്ന് ഗ്രേസ്മയോടും മാമച്ചായനോടും പറയാം. കുളത്തൂർ പുഴയിൽ നിന്ന് വിളിച്ചായിരുന്നു. കുളത്തൂർ പുഴയോ? അവിടെ ആരാ ഉള്ളത്? വലിയ കഥയാൻറ്റി അത്. കഥയാണെങ്കിൽ കേട്ടിട്ട് തന്നെ കാര്യം. കുറേ നാളായി ഒരു കഥാപ്രസംഗം കേട്ടിട്ട് നമ്മുടെ മാമച്ചായൻ. കഥാപ്രസംഗത്തിൽ പാട്ട് വേണ്ടേ? ഈ കഥയിൽ പാട്ടില്ല എന്ന് പറഞ്ഞു. സാരമില്ല, നീ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി കഥ മുഴുവനും അവരോട് രണ്ടുപേരോടും പറഞ്ഞു. അങ്ങനെ ആ കഥ കേട്ടപ്പോഴത്തേക്കും ഇവർ ഞെട്ടിയിരിക്കുക. പെട്ടെന്ന് അലീനയുടെ കോള് വന്നു. ഹലോ മോളെ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. എന്നെ ചേച്ചി, അതെ ഞാൻ കുളത്തൂർ പുഴയ്ക്ക് പോയ കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ പേര് പറയരുത് എന്ന് അലീന പറയാം. അപ്പോഴത്തേനും ഇവിടെ എല്ലാം പറഞ്ഞും പോയി. അതെ, പകരം വേറെ എന്തെങ്കിലും പേര് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ ചേച്ചി, സ്റ്റാൻലി ജോസഫിൻ്റെ പേര് പറഞ്ഞാൽ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പം ഗ്രേസ്മയും മാമച്ചാനത് കേൾക്കുക. ആ പേര് കേട്ട അത് ആരാണെന്ന് തിരിച്ചറിയുന്ന പലരും കൊല്ലപ്പള്ളിയിലും ഉണ്ട്, അതുപോലെ കടപ്പാട്ടൂരും ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചി, ഞാനിവിടെ അങ്കിളിനോടും ആ പേര് പറഞ്ഞു പോയല്ലോ. അങ്കിളും ആൻറ്റിയും അറിയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വേറെ ആരും അറിയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു. ആൻറ്റിക്ക് ഫോൺ കൊടുക്കട്ടെ, നേരിട്ട് സംസാരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അലീനയും ഗ്രേസമ്മയും കൂടെ സംസാരിക്കുക. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചെന്ന വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ ഒത്തിരി നേരം സംസാരിക്കുക. പിന്നെ നമ്മുടെ അലീന വിവരങ്ങളെല്ലാം ഗ്രേസമ്മാൻ്റിയോട് പറയുവാണ്. പിന്നെ നമ്മുടെ ബാലേട്ടൻ അലീനയെ അവിടെ കൊണ്ടുവന്നാക്കിയ ഒരു കഥ വരെ എല്ലാം പറഞ്ഞു. അപ്പോൾ ബാലേട്ടനോട് വല്ലാത്തൊരു ബഹുമാനം അവർക്കൊക്കെ തോന്നുന്നത്. അതിനുശേഷം പിന്നെ മാമച്ചായന് ഫോൺ കൊടുക്കുന്നു. അങ്ങനെ മാമച്ചായനുമായിട്ട് സംസാരിക്കുന്നു, വിശേഷങ്ങളൊക്കെ പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റാൻലി ജോസഫ് എന്നുള്ളൊരു പേര് അത് കേട്ടിട്ടുണ്ടോ എന്ന് മാമച്ചായനോട് ചോദിക്കാം. കേണൽ സ്റ്റാൻലി ജോസഫ്. അപ്പോൾ നമ്മുടെ മാമച്ചായൻ ഇങ്ങനെ അങ്ങനെ എവിടെയോ കേട്ടതുപോലെ ഒരു തോന്നലുണ്ട് എനിക്ക് എന്നിങ്ങനെ പറയണം. അങ്കിളെ, ഞാൻ എന്നാൽ ഫോൺ വെച്ചോട്ടെ, ബാക്കിയെല്ലാം രേവതിക്കുട്ടി പറഞ്ഞോളും കേട്ടോ. ശരി മോളെ, ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പം എന്നാലും എൻ്റെ പൊന്നു മാമച്ചായ, ഇത് ഭയങ്കര അത്ഭുത സംഭവമല്ലേ ശരിക്കും, അല്ലേ? ഒടുവിൽ അവൾ എത്തേണ്ട അടുത്ത് തന്നെ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് കേസമ്മ ഇങ്ങനെ അവിടെ ഇരുന്ന് പറയാം. പിന്നെ ആ ബാലേന്ദ്ര മേനോനെ, ആളൊരു പുലിയോ കേട്ടോ. അലീനയുടെ പപ്പയ്ക്ക് തേടി കണ്ടുപിടിച്ച് അവളെ അയാളുടെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. സമ്മതിക്കണം അല്ലേ? ഞാനതല്ല ആലോചിക്കുന്നത് ഗ്രേസമ്മേ, സ്റ്റാൻലി ജോസഫ്, ആ പേര് ഞാൻ എവിടെയോ കേട്ട് മറന്നതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പം അങ്കിളും പട്ടാളത്തിലായിരുന്നല്ലോ, അന്നേരം കേട്ടതായിരിക്കും. നിനക്ക് വലിയ പിടിയും കിട്ടുന്നുണ്ടോ ഗ്രേസമ്മേ അങ്ങനെ ഒരു പേര്? എനിക്കാകെ ഒരു പട്ടാളക്കാരനെ മാത്രമേ അറിയുള്ളൂ, അത് മാമച്ചായനാണെന്ന് അന്നേരം നമ്മുടെ ഗ്രേസമ്മ എന്നും പറഞ്ഞു. മാമച്ചാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. സ്റ്റാൻലി ജോസഫ്, റിട്ടയേർഡ് കേണൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആലോചന അങ്ങ് തുടങ്ങി. രേവതിക്കുട്ടി ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും കേട്ടോ. അങ്ങനെ ഒരാൾ മാമച്ചാൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ടോ? രക്ഷയില്ല, കിട്ടുന്നില്ല എന്നും പറഞ്ഞ് മാമച്ചാൻ അവിടെ ഇരിക്കുക. ബെസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി അന്നേരത്തേനും ഒരു കളിയാക്കലും കൂടി. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസമ്മ ഒരു ചിരി. മാമച്ചാൻ ആലോചനയാ, വിടുന്നില്ല. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് അലീന അവിടുത്തെ നമ്മുടെ സ്റ്റാൻലിയുടെ നായ്ക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കടാ, ഇങ്ങോട്ട് നോക്കിയടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുക. അപ്പം ഞാനിവിടെ ഉള്ളപ്പോൾ എൻ്റെ കുസൃതികളൊക്കെ നിങ്ങൾ സഹിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ നായ്ക്കുട്ടികളോട് പറയുന്നു. അപ്പോൾ ഇതൊന്നും ശീലമില്ലെന്ന് എനിക്കറിയാം, സഹിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു. നിങ്ങളെ കൂടെ കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ നമുക്ക് ചോദിക്കാം. അത് മാത്രമല്ല, ഭയങ്കര തൊട്ടാവാടികളെ എൻ്റെ കൂടെയുള്ളവരല്ല, അറിയാവോ? നോക്കിയേ എന്നും പറഞ്ഞു. എന്നിട്ട് ഇവരുടെ കൂടെ ഇരുന്ന് സെൽഫിയൊക്കെ എടുത്തു.
വാ നമുക്കിനി വേറെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഈ നായ്ക്കളുമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്നതൊക്കെ അപ്പുറം മാറി നിന്ന് നമ്മുടെ ബൈജുവും അതുപോലെ നമ്മുടെ പൗലോസേട്ടനും കൂടെ കണ്ടുകൊണ്ട് നിൽക്കുക. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ അലീനെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കാണിക്കുന്നു. എന്നാലും എൻ്റെ പൗലോസേട്ടാ എന്തൊരു മറിമായമാണെന്ന് എനിക്ക് മനസ്സിലാകാത്തതൊന്ന് ബൈജു. കണ്ടപ്പോൾ മുതൽ അതുങ്ങൾ ആ കൊച്ചിൻ്റെ പിറകെയാ. ആദ്യമായിട്ട് വരുന്നവരെ അടുപ്പിക്കാത്ത ഇനങ്ങളാണെന്ന് ഓർക്കണേ. അത് നീ പറഞ്ഞത് സത്യമാട്ടോ ബൈജു. ഈ പെങ്കൊച്ചിന് ഏതാണ്ട് മുൻപരിചയം ഉള്ളത് പോലെയാ. ആ സൈഡിൽ കൂടെ ഒട്ടി പോകുന്നത് കൊണ്ടോ, ആ പോണവരൊക്കെ ഉണ്ടോ, പണ്ടിവിടെ സിനിമ ഷൂട്ടിങ്ങിന് കിട്ടുമെന്ന് ചോദിച്ചു വന്നവരെ കാടിച്ച് കീറിയല്ലേ അവൻ വിട്ടത്. ഇപ്പം കണ്ടോ ഒരുമാതിരി മണകോണാഞ്ചനെ പോലെ നടക്കണേ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ പൊന്നെ. ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എന്നെ ഓടിച്ചു മരത്തിൽ കയറ്റിയവനാ. കേണൽ സാബ് വന്നപ്പോഴാണ് അന്ന് ഞാൻ മരത്തേന്ന് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ, കാഞ്ഞേരവാ ആ പെണ്ണ്. അപ്പോൾ എനിക്കത് തോന്നി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ കുക്കറിൻ്റെ ശബ്ദം കിട്ടും. അയ്യോ എത്രാമത്തെ പിസിലാണെന്ന് ഞാൻ മറന്നും പോയി എന്നും പറഞ്ഞു പൗലോസേട്ടൻ അവിടെ നിന്ന് ഓരോറ്റ പോക്ക്. അപ്പോൾ ഇന്നും കഞ്ഞിയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജു ചേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അലീന എന്നിട്ട് അവിടെ നിന്ന് അകത്തേക്ക് ഇതുങ്ങളെയും കൂട്ടി കയറി പോവുക കേട്ടോ. അങ്ങനെ അലീനയും ഈ നായക്കുഞ്ഞുങ്ങളും കൂടെ കയറി പോകുന്നത് നോക്കി അയാൾ ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് ഇവനെ കാണിക്കുന്ന വൈജയന്തി കേട്ടോ. വൈജയന്തി അവിടെ ഇരുന്ന് കണക്ക് കൂട്ടല എഴുതുന്നു, കുറിക്കുന്നു. അപ്പോൾ തൊട്ടപ്പുറം ഇരുന്ന് മക്കൾ രണ്ടുപേരും കൂടി ഫോണിൽ എന്തൊക്കെയോ നോക്കി ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പോഴത്തേക്കും വൈജി ഇങ്ങനെ നോക്കുക മക്കളെ. അവർ രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടും വൈജയ്ക്ക് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. ഇതുങ്ങളിങ്ങനെ തുറച്ചു നോക്കുന്നു. അതിന് ശേഷം ഇരുന്ന് എഴുതുന്നു. പിള്ളേർ വൈജയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നെയും പിള്ളേരെ നോക്കുന്നു, ഇരുന്ന് എഴുതുന്നു. അതിനുശേഷം ഇത് കണ്ടിട്ട് അങ്ങോട്ട് എഴുന്നേക്കിട്ട് ചെല്ലുക. നിനക്ക് രണ്ടിനും പഠിക്കാനൊന്നുമില്ല അടിയെന്ന് ചോദിച്ചു. കുറേ നേരം ആയല്ലോ ഫോണിൽ എന്നെ അടി കാണിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സ്റ്റഡി ടൈം ആന്നേ ഉള്ളൂ. ഇപ്പം എന്ത് ടൈം? ഞങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റഡി ടൈം ആയിട്ടില്ല എന്ന് പറഞ്ഞു ബബിത. ആ സമയത്ത് ഞങ്ങൾ പഠിക്കാനിരുന്നോളാമെന്നും പറഞ്ഞു. ആ സമയത്ത് പഠിച്ചാൽ മാത്രമേ നിനക്ക് തല കയറത്തുള്ളൂ. കുറച്ച് നേരത്തെ പഠിച്ചാൽ എന്നാ കുഴപ്പം, ഇത് കൊള്ളാമല്ലോ എന്നും പറഞ്ഞു വൈജ. അങ്ങോട്ടും ഇങ്ങോട്ടും വരും നോക്കുക. അപ്പം അമ്മയുടെ പ്രശ്നം എന്നാ? ചുമ്മാ വഴക്കിന് വരാൻ നിൽക്കരുതേ. ഞങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ ഇരിക്കുമെന്ന് അമ്മയോട് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അപ്പം നിൻ്റെയൊക്കെ സൗകര്യത്തിന് കയറി അങ്ങ് തീരുമാനിക്കുവാണോ? അമ്മയുടെ സൗകര്യത്തിന് തീരുമാനിക്കാൻ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ബബിത. അല്ല അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നും ബബിത പറയാം. അപ്പോഴും വൈജി ഇങ്ങനെ നോക്കുക. അമ്മ ഞങ്ങളൊരു 10 മിനിറ്റ് പഠിക്കാനിരിക്കും. അതാ ബബിത ചേച്ചി ഉദ്ദേശിച്ചത്. ഇവള് പറഞ്ഞതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ശരിയാക്കി തരാമെന്നായി വൈജ. നിൻ്റെയൊക്കെ ഒരു ടൈം ടേബിളും ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് വൈജ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. വൈജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം വരുമോ ബബിതയ്ക്ക്. ബബിത ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട് വഴക്കിന് പോവല്ലേ എന്ന്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ അത് വഴക്കിലേ തീരുള്ളൂ. അപ്പം അത് നീ പറഞ്ഞു തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ മാത്രം ഇങ്ങനെ തുള്ളുന്നതിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ബബിത പറഞ്ഞു. അപ്പം അത് മനസ്സിലായല്ലേ ഇതുവരെ? എന്ത് ഈ ബബിതേച്ചിയുടെ ഒരു കാര്യം. അമ്മയുടെ മാനസപുത്രി അല്ലായിരുന്നോ ബബിതേച്ചി? അമ്മയുടെ തനി പകർപ്പ്. ബബിതേച്ചി നന്നായതേ അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാ അതിലെ കാര്യം. ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചു കൃഷ്ണ. അപ്പം ബബിത ഇങ്ങനെ നോക്കുക. എന്തു പറ്റി? അതിഭയങ്കരമായിട്ടുള്ള കണ്ടുപിടുത്തമാണല്ലോ നിന്റെ. ഞാൻ നേരത്തെ എങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ബാക്കി ഫോട്ടോസ് നോക്കാം വന്നേ ഇങ്ങോട്ട് എന്ന് പറഞ്ഞത് ബബിത കൃഷ്ണയെ വിളിച്ച് ഫോട്ടോസും കാര്യങ്ങളും നോക്കിക്കൊണ്ട് അതുങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ബാലേട്ടൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. ബാലേട്ടൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ വൈജ ചേച്ചി അവിടെ ഇരുന്ന് എഴുത്തും തുത്തുമായിട്ടിരിക്കുന്നു. പിള്ളേർ അവിടെ നിൽക്കുന്നു. വൈജ ഒരു നോട്ടം നോക്കി നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് എത്തി വലിഞ്ഞ് നോക്കുവാണ് ഈ വൈജ. എന്താണ് രണ്ടുപേരും കൂടെ ഗൂഢാലോചന എന്ന് ചോദിച്ചപ്പോൾ ഒരു ഗൂഢാലോചനയില്ല, ഞങ്ങളത് അലീന ചേച്ചി അയച്ചെന്ന ഫോട്ടോസ് കാണുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ഇങ്ങനെ വൈജയെ നോക്കി. ഇപ്പോൾ എത്തി വലിഞ്ഞിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴേക്കും ബാലന് കിട്ടിയൊരു അവസരമല്ലേ, ബാലൻ അത് വിടുവോ? ആഹാ അലീന ചേച്ചി അയച്ചെന്ന ഫോട്ടോസ് ഒന്ന് കാണിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് വൈജ കേൾക്കാൻ വേണ്ടി ഒച്ചത്തിൽ അവിടുത്തെ പട്ടിക്കുട്ടന്മാരുടെ കൂടെ രാവിലെ തന്നെ ഫോട്ടോഷൂട്ടാണെന്നോ തോന്നണതെന്ന് കൃഷ്ണ. ആഹാ ഇവന്മാരുടെ കൂടെയായിരുന്നോ? ഇവന്മാരെ ആദ്യം ഞാനല്ലേ കണ്ടതെന്ന് ബാലേട്ടൻ. നമ്മൾ ആ വീടിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഇവന്മാരുടെ പെർമിഷൻ എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഞാനും ഗോവർദ്ധനും കൂടെ പോയപ്പോഴേ ഗോവർദ്ധനും വണ്ടിയുടെ അടുത്തൊന്നും മാറിയിട്ടേ ഇല്ല. ഡോറൊന്ന് തുറന്ന് പിടിച്ചാൽ ഇങ്ങനെ ഇരുന്നു. ഇപ്പായിരുന്നു ഇവന്മാരെങ്ങാനും കടിച്ചാലോ എന്ന് പിടിച്ചിട്ട്. ആണോ അച്ഛാ? പിന്നെ അല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ വൈജയ്ക്ക് ചൊറിയാൻ വേണ്ടി തന്നെയാ ബാലനെ. അലീന ജോലിക്ക് പോയ വീട്ടിലെ പുള്ളിക്കാരൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സാ. പുള്ളിക്കാരൻ്റെ കണ്ണൊന്നിറങ്ങിയാൽ മതി ഇവന്മാർക്ക് മനസ്സിലാകും. ആഹാ എന്നിട്ടാണോ ഇന്നലെ ചെന്ന് അലീന ചേച്ചിയുടെ അടുത്ത് ഒട്ടി നിൽക്കുന്നത്? അത് അവൾക്ക് ഈ നായ്ക്കളോടൊക്കെ പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ. അപ്പം റങ്കുവിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. പിന്നെ ഇതേ ഈ പ്ലാൻ റോഡുള്ളൊരു ബോണ്ട് അതുങ്ങൾക്ക് അവളോടും തോന്നിയിട്ടുണ്ടാവും. ഒരു സ്പെഷ്യൽ ബോണ്ട് അതായിരിക്കും
എന്നൊക്കെ ഭാരം പറയാം. പറഞ്ഞോണ്ട് വൈജി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും കൊള്ളാം, അലീന ചേച്ചി അവിടെ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി നമ്മുടെ ബബിത പറഞ്ഞു. അവള് ഹാപ്പി ആയിരിക്കും, നമുക്ക് വേണമെങ്കിൽ അവളിന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞു. വിളിക്കാച്ചാന്നും പറഞ്ഞുകൊണ്ട് പിള്ളേര് ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ് നമ്മുടെ വൈജ ചേച്ചി. അങ്ങനെ ഇവർ ഫോൺ എടുത്ത് വിളിക്കുകയാണ്. അപ്പോൾ അതെ, ഹലോ മോളെ അലീന, അച്ഛനിപ്പോൾ എത്തിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ രാവിലെ തന്നെ എത്തി മോളെ, അച്ഛൻ മാത്രമല്ല ഞാനും ഉണ്ടേ ഇന്ന് നമ്മുടെ ബബിത, ഞാനും കൂടെ ഉണ്ടേ ഇന്ന് കൃഷ്ണ. എല്ലാവരും ഉണ്ടല്ലോ ഒന്ന് അലീനെ. അല്ല, നിങ്ങളുടെ സ്റ്റഡി ടൈം ആയില്ലേ പിള്ളേരെ? ഞാൻ പോകുന്നത് കൊണ്ട് അതൊക്കെ നിർത്തിയോ എന്ന് അലീന ചോദിക്കുമ്പം ഞങ്ങളിപ്പോൾ തന്നെ പഠിക്കാൻ പോകും, അച്ഛൻ വന്നതുകൊണ്ടേ ചെറിയൊരു എക്സ്ട്രാ ടൈം എടുത്തന്നേ ഉള്ളൂ എന്ന് ആ സമയം പറയാം. വൈജയ്ക്ക് ഇതൊക്കെ കേട്ട് ദഹിക്കുന്നില്ല. എന്നാൽ പിന്നെ സമയം കളയണ്ട, പൊയ്ക്കോ. ശരിയേ, ഞങ്ങൾ ബ്രേക്ക് എടുക്കുമ്പോൾ വിളിക്കാമേ, ടാറ്റാ ബൈ ബൈ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പിള്ളേരും കൂടി തുള്ളിച്ചാടി അങ്ങ് പോണു. പിന്നെ അതെ, ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞു ബബിത. എന്താ? അല്ല, ഞങ്ങൾ എപ്പോഴാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ എന്ന് ബബിത ചോദിച്ചു. അപ്പം അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ, അച്ഛൻ്റെ പെർമിഷൻ എടുത്തോളണം അതിനാദ്യം. അപ്പോഴത്തേക്കും വൈജ കേട്ടുകൊണ്ട് എഴുന്നേക്കുക. അച്ഛന് സമ്മത അല്ലേ അച്ഛാ? പാറ അച്ഛാ, ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുമോ എന്നൊക്കെ ഇങ്ങനെ ബബിത ചോദിക്കുക. വൈദ്യുതൊക്കെ കേട്ട് ചൊറിഞ്ഞ് നിൽക്കുക. അതിനൊക്കെ സമയമുണ്ട്, ആദ്യം പോയി പഠിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയൊക്കെ ആലോചിക്കാം, എന്താ പോരേന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ ഡൺ, എന്നാലേ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പണി പോയി നോക്കിക്കേ എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ ബാലൻ പിള്ളേരെ പറഞ്ഞു വിടുക. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങ് പോയി. പിള്ളേരങ്ങ് പോയപ്പോഴത്തേനും വൈജ പിന്നാലെ ചെല്ലുക. നിനക്കെന്നാടി അവളെ വിളിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. തുള്ളിച്ചാടി. അപ്പോൾ അവൾ നിൽക്കുന്ന വീട്ടിൽ പോയില്ല, നിനക്കൊക്കെ എന്നാടി എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞങ്ങൾ പോയി, എന്നാ പ്രശ്നം? നാളല്ലേടി നിനക്കൊന്നും, കണ്ടവളുമാർ പോയടത്തേക്ക് അളിഞ്ഞു കയറി ചെല്ലണമെന്ന് പറയാനെന്ന് വൈജ. അതും ഇവിടുന്ന് ദുർനടപ്പുകാരൻ പറഞ്ഞു വിട്ട വേലക്കാരുടെ എടുത്തോട്ട് അച്ഛൻ്റെ മക്കളെ തന്നെ ആണോ മാനോ 7 ഏലത്തോടെ പോയിട്ടില്ല. അമ്മതേ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ബബിത ചെല്ലുമ്പോൾ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിനക്ക് ഉറക്കമൊക്കെ ശരിയായോ എന്നൊക്കെ ചോദിച്ചു. ബാലൻ ഇങ്ങനെ സംസാരിക്കട്ടെ ഫോണിൽ. അപ്പോൾ രണ്ടുപേരോട് ഞാൻ പറയാം, മാനോ മര്യാദക്ക് ഈ വീട്ടിൽ ജീവിച്ചോണം, അതും എന്നെ അനുസരിച്ചെന്ന് വൈജ. തോന്നിയവാസമാണ് ഉദ്ദേശങ്ങൾ, അത് വീടിന് പുറത്ത്, പിന്നെ ഇങ്ങോട്ട് കയറി വയ്ക്കരുതെന്ന് വൈജ. അതായിരുന്നോ അമ്മ ഈ വീട് വിട്ട് പോയതെന്ന് ബബിത അന്നേരം ചോദിച്ചു. പക്ഷേ അമ്മ ഒരു മടിയില്ലാതെ കയറി വന്നല്ലോ. എടി നീ എന്നാ പറഞ്ഞെന്ന് ചോദിച്ചോണ്ട് വൈജ ഒച്ച വയ്ക്കുമ്പോൾ ബാലൻ ഇത് കണ്ടു, ഇത് കേട്ടു. ബാലൻ എന്നിട്ട് എന്നാ അവിടെ ഒരു തർക്കം? അന്നേരം ഒന്നുമില്ല അച്ഛാ, പഠിക്കുന്ന കാര്യത്തെപ്പറ്റി പറയുമായിരുന്നു എന്ന് പറഞ്ഞു കൃഷ്ണ. ചേച്ചി ഇങ്ങ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ എന്നിട്ട് ബബിതയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ബാലൻ വൈജയുടെ അടുത്തേക്ക് വരിക. അതേ, എൻ്റെ അടുത്തിരുന്ന് തുള്ളുന്ന പോലെ പിള്ളേരുടെ അടുത്തേക്ക് ഇരുന്ന് ചേർക്കെടുത്തേക്കരുത്. നേരും നെറിയും നീതിയും ന്യായവും ഒക്കെ ഉള്ള പിള്ളേരാ, വെറുതെ നിന്ന് നാണം കെടാൻ നിൽക്കണ്ട, കൂടുതൽ സംസാരിക്കണ്ട. അപ്പോഴത്തേക്കും ഇവിടെ വൈജ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിർത്തിക്കോ, മറുപടിയൊന്നും വേണ്ട, ഞാൻ ഫോണിലാണെന്നും പറഞ്ഞു നമ്മുടെ ബാലൻ മോളെ എന്നും വിളിച്ചുകൊണ്ട് ഫോൺ കൊണ്ട് അങ്ങ് പോയി. വൈജയെ കൊമ്മന്നൊരു അക്ഷരം മിണ്ടാൻ ബാലൻ സമ്മതിക്കുന്നില്ല. മോളെ പറയടി എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ വൈജ കേൾക്കാൻ വേണ്ടി ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. വൈജ നേരത്തേക്ക് അവിടെ വന്നിരുന്നു കുത്തിക്കുറിക്കാൻ തുടങ്ങി. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അലീന. എന്ത് പ്രശ്നം? ഒന്നുമില്ലെന്നേ, നീ അവിടുത്തെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. ആ സമയത്ത് ഇവിടെ ഞാൻ വെറുതെ ഒന്നും ചെയ്യാനില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെന്ന് അലീന പറയാം. അപ്പം അധികം ശീലമില്ലാത്തൊരു പരിപാടിയാണ് അല്ലേ? ബാലൻ മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ വൈജി ഇങ്ങനെ നോക്കുക ആ ബാലനെ. അപ്പോഴത്തേക്കും സ്റ്റാൻലി അവിടുന്ന് വാതിൽ തുറന്നിട്ട് ഇറങ്ങി വരിക. അപ്പോൾ സ്റ്റാൻലിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. സ്റ്റാൻലി ആ കോൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഹലോ. അന്നേരത്തും പപ്പയെ വിളിച്ചത്. ലാലിച്ച എത്തിയോ എന്ന് ചോദിച്ചു. ന്യൂസ് അവിടെ. എടാ ലാലിച്ച, നീ എന്നോടൊരു വാക്ക് പറഞ്ഞോടാ. ആ പെണ്ണിനെ വിളിക്കാൻ പോകുന്നതിന് മുൻപ് എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയോടാ നിനക്ക്? നീ എന്താടാ ചെയ്തതെന്നൊക്കെ ചോദിച്ച് പറയുമ്പോൾ അപ്പച്ചനെ വിളിച്ചു വരുത്തി എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞല്ലായിരുന്നു എന്ന് ചോദിച്ചു. അതെന്താ, അതൊക്കെ അപ്പച്ചനങ്ങ് മറന്നുപോയോ? ലാലിച്ച, അന്നേരം ഞാൻ നിന്നോട് എന്നതായിരുന്നു പറഞ്ഞത്? അങ്ങനെ ഒരു മോള് നിനക്കില്ല എന്ന് കരുതിയേക്കാനായിരുന്നില്ലേ എന്ന് ചോദിച്ചു. പിന്നെ നീ എന്തിനാ ഇങ്ങനൊരു മണ്ടത്തരം പോയി കാണിച്ചു വെച്ചതോ? ലാലിച്ച, ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യരാരെങ്കിലും ചെയ്യുന്ന പണിയാണോ നീയാ ചെയ്തത്? അപ്പച്ചാ, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുന്നു. എനിക്കിപ്പോൾ ആരോടും സമ്മതം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കേ അപ്പച്ചനോട് പറയണമെന്ന് തോന്നിയപ്പം എല്ലാ വിവരവും ഞാൻ അപ്പച്ചനോട് തുറന്നു പറഞ്ഞു. എടാ മോനെ, ചോദിക്കുന്ന മനുഷ്യരോട് സമാധാനം പറയണ്ടേടാ. നിന്റെ ഭാര്യയോടും മക്കളോടും എന്തോനായ നീ പറയൂടാന്ന് ചോദിച്ചു. അവളുടെ കുടുംബക്കാർ ചോദിച്ചാലും പറയണ്ടേടാ സമാധാനം. നീ എന്നാ പറയും? പള്ളിക്കാരോടും പട്ടക്കാരനോടും ഇതെല്ലാം പറയണ്ടേ? നിന്റെ കൂടപ്പിറപ്പുകളോടും മക്കളോടും ഇത് പറയണ്ടേ?
നീ വെള്ളരിക്ക പട്ടണത്തിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്, ആണോടാ? ഇതിൻ്റെ പേരിൽ എന്തൊക്കെ കലാപങ്ങൾ ഉണ്ടായാലും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. അങ്ങനെ നീ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കേണ്ട കാര്യമാണോടാ ഇത്? എടാ, ഇതിൻ്റെ വരും വരാഴികൾ വേറെ എത്ര പേര് അനുഭവിക്കേണ്ടി വരും ലാലിച്ച. നീ എന്തുകൊണ്ടാടാ അതൊന്നും ചിന്തിക്കാതിരുന്നത്? ഞാനെല്ലാം ചിന്തിച്ചിട്ട് തന്നെയാ അപ്പച്ച ആ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന കാര്യം നീ ഇപ്പം ആരോടൊക്കെ പറഞ്ഞു? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അവൾ നിന്റെ മകളാണെന്ന് അവിടുത്തെ ജോലിക്കാരോട് നീ പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞായിരുന്നു. ഓഫ്, ആരെങ്കിലും കാണിക്കോടാ ഇങ്ങനത്തെ വിവരക്കേടൊക്കെ? ഇനി അവർ ലോകം മുഴുവൻ അത് പറഞ്ഞു പരത്തുകയല്ലേടാന്ന് ചോദിച്ചപ്പം ഞാനത് പറഞ്ഞില്ലെങ്കിലേ അവർ വേറെ കഥകൾ പറഞ്ഞുണ്ടാക്കും. അതിനേക്കാളും ബെറ്റർ ഇത് തന്നെയല്ലേ എന്ന് സ്റ്റാൻലി ഇങ്ങനെ അച്ഛനോട് ചോദിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.